ഇടതുപക്ഷ മുന്നണിയിലും CPM-ലും നേതൃമാറ്റം ഉണ്ടാവില്ല എന്ന മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ്റെ ഇന്നലത്തെ പ്രസ്താവന എത്ര പുച്ഛത്തോടുകൂടിയും എത്ര പരിഹാസത്തോടും കൂടിയായിരിക്കും ഇന്നലെ കേരളത്തിലെ ജനങ്ങൾ കേട്ടിരിക്കുക, അല്ലെങ്കിൽ ഇന്ന് പത്രങ്ങളിൽ ജനങ്ങൾ വായിച്ചിരിക്കുക. സമാനതകളില്ലാത്തൊരു പരാജയത്തെ നേരിട്ടിരിക്കുകയാണിപ്പോൾ LDF. തോറ്റു തുന്നമ്പാടി എന്ന് പറയാം. മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവും എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ ചെയ്ത് പ്രതിച്ഛായ നിർമ്മാണം നടത്തി പണം ധൂർത്തടിച്ച് ഏത് വിധേനയെങ്കിലും അധികാരത്തിൽ വരണം, BJP-യുമായി വരെ അന്തർധാര ഉണ്ടാക്കി രഹസ്യ ധാരണ സൃഷ്ടിച്ച് അധികാരത്തിൽ വരാൻ ശ്രമിച്ചിട്ട് വൻപൻ പരാജയം. 35 സീറ്റ്, 140-ൽ 35 സീറ്റ് മാത്രമാണ് LDF-ന് നേടാൻ കഴിഞ്ഞത്. ആ പരാജയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് CPM-ൻ്റെയും CPI-യുടെയൊക്കെ നേതാക്കൾ പറയുന്നു, എന്തും സംഭവിച്ചോട്ടെ, എന്ത് പരാജയവും ഉണ്ടായിക്കൊള്ളട്ടെ, അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നേതൃപദവികളിൽ നിന്ന് ഞങ്ങളാരും മാറാൻ പോകുന്നില്ല. ഇന്നലെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു, ഇടതുപക്ഷ മുന്നണിയുടെ യോഗമുണ്ടായിരുന്നു. അതിനുശേഷമാണ് TP രാമകൃഷ്ണൻ ആർക്കും സംശയമില്ലാതെ പറയുന്നത് CPM-ലോ ഇടതുപക്ഷ മുന്നണിയിലോ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന്. അധികാര സ്ഥാനങ്ങളാണ്, നേതൃപദവികളാണ്. സർക്കാർ അധികാരം നഷ്ടപ്പെട്ടെങ്കിലും പാർട്ടിയുടെ നേതാക്കൾ എന്ന നിലയിൽ, മുന്നണിയുടെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവർ എന്ന നിലയിൽ വലിയ സ്വാധീനമുണ്ടല്ലോ ഇവർക്കൊക്കെ. അത് വിട്ടുകളയാൻ വയ്യ. സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല ആരും. ഏത് പിണറായി വിജയൻ മുതൽ താഴോട്ട് ബിനോയ് വിശ്വംഭരി അതിന് തയ്യാറല്ലെന്ന്. അങ്ങനെ ആരും ആഗ്രഹിക്കണ്ട. പാർട്ടിയിലുള്ളവർ, മുന്നണിയിലുള്ളവർ, സാധാ പ്രവർത്തകർ, സഹയാത്രികർ, അങ്ങനെ ആരും അത്തരത്തിലൊന്നും ചിന്തിക്കണ്ട. അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാനുള്ള ഒരു അത്യാഗ്രഹം, അധികാരത്തിലിരിക്കുന്നതിൻ്റെ മത്ത് പിടിച്ച മനസ്സാ. വിട്ടുകൊടുക്കില്ല ഒന്നും. പ്രായമോ അല്ലെങ്കിൽ ഈ മുന്നണിയെ നയിക്കാനുള്ള കഴിവോ ഒന്നും ആർക്കും പ്രശ്നമല്ല. ഞങ്ങൾ ആരൊക്കെയാണോ ഈ മുന്നണിയെ ഇതുപോലൊരു പരാജയത്തിലേക്ക് നയിച്ചത്, പാർട്ടി മുന്നണി ഇപ്പം വലിയ കൊക്കയിൽ കിടക്കുക, കൊടും കൊക്കയിൽ കിടക്കുക, മരണക്കൊക്കയിൽ കിടക്കുക, അതിലേക്ക് നയിച്ച ഞങ്ങളാരും ഒരു പദവിയും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഈ പദവികളിൽ അള്ളിപ്പിടിച്ചിരിക്കുക തന്നെ ചെയ്യും. CPM-ന് അധികാരം നഷ്ടപ്പെട്ടു. 62-ൽ നിന്ന് 26-ലേക്ക് അവരുടെ അംഗങ്ങളുടെ അംഗസംഖ്യ ചുരുങ്ങി. പക്ഷേ ഇപ്പോഴും വലിയ പാർട്ടിയാണത് CPM, അതിന് സംശയമൊന്നുമില്ല. അതിൻ്റെ തലപ്പത്ത് വിരാജിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. ഇരിക്കുന്നത് പഴയ ആഫീസുകളിലൊന്നുമല്ല കേട്ടോ, രമ്യഹർമ്മ്യത്തിലാണ്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ എല്ലാ സൗകര്യങ്ങളുമുള്ള പുതിയ AKG സെൻറ്ററിൽ ഊരാളുങ്കൽ സൊസൈറ്റി ഉണ്ടാക്കി കൊടുത്തതാണ്. അവിടെ ഈ AC-യുടെ തണുപ്പിൽ ഇരിക്കുമ്പോൾ, സംസ്ഥാനത്തുള്ള മുഴുവൻ പാർട്ടിയെയും അവിടെ ഇരുന്നുകൊണ്ട് നയിക്കുമ്പോൾ അതിൻ്റെ പത്രാസ് ഒന്ന് വേറെയാ. അത് മാറിക്കൊടുക്കണമെന്ന് ആര് പറഞ്ഞാലും MP ഗോവിന്ദൻ സമ്മതിക്കുകയില്ല. ഈ പാർട്ടിയുടെ പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ, ഈ മുന്നണിയുടെ പരാജയത്തിൻ്റെ ഒരു പ്രധാന കാർമ്മികനായിരുന്നു MP ഗോവിന്ദൻ മാഷ്. പക്ഷേ ആ സ്ഥാനത്ത് നിന്ന് മാറാൻ അദ്ദേഹം തയ്യാറല്ല. പുതിയൊരു നേതൃത്വം വരട്ടെ. വലിയ പരാജയം പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നു. ഇവരെല്ലാവരും കൂടെ നയിച്ചിട്ട് പറ്റിയതാ. അതുകൊണ്ടതാ ഇനിയൊരു പുതിയ യുവ നേതൃത്വം വരട്ടെ, പാർട്ടി അവർ നയിക്കട്ടെ. അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി തിരിച്ചു വരാൻ പാർട്ടിക്ക് സാധിക്കട്ടെ. നോ 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 അത്തരത്തിലുള്ള യാതൊരു മണ്ടൻ ചിന്തകളും നമ്മുടെ MP ഗോവിന്ദൻ മാഷക്കില്ല. പിണറായിയോ, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രായത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, മുന്നണിയെ നയിക്കാനുള്ള ശേഷിയെക്കുറിച്ചും പറയുന്നില്ല. അതൊക്കെ അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ ചിന്താ ബിൽഡിങ്ങിൽ, പഴയ AKG സെൻറ്ററിൻ്റെ എതിർവശത്തുള്ള ചിന്താ ബിൽഡിങ്ങിൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കുള്ള ഫ്ലാറ്റുകൾ 2 എണ്ണം ഇടിച്ചു നിരത്തി ഒന്നാക്കി എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തിയാലും കൻ്റോൺമെൻറ്റ് ഹൗസിൽ താമസിക്കുന്ന സുഖം കിട്ടത്തില്ല. അതിൻ്റെ കളറൊന്ന് വേറെയാണ് കേട്ടോ. കൻ്റോൺമെൻറ്റ് ഹൗസിൽ താമസിക്കുക, 35 പേരേ ഉള്ളൂ നയിക്കാൻ നിയമസഭയിൽ, കൂടുതൽ പേരൊന്നുമില്ല. പാർട്ടിയുടേതായിട്ട് 26 പേരേ ഉള്ളൂ. എന്നാലും കൻ്റോൺമെൻറ്റ് ഹൗസിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സുഖം ഒന്ന് വേറെയാണ്. അത് വിട്ടുകൊടുക്കണോ? ഇനി വേണമെങ്കിൽ ചിന്താമന്ദിരത്തിൽ താമസിച്ചുകൊണ്ട് കൻ്റോൺമെൻറ്റ് ഹൗസ് ആപ്പീസാക്കുകയും ചെയ്യാം. അതും നല്ല സൗകര്യമാണ്. TP രാമകൃഷ്ണൻ, ഇടതുമുന്നണിയും ശക്തമാണ്. ഇപ്പോൾ UDF വളരെ മുമ്പിലായി.
വോട്ടിൻ്റെ ശതമാന കണക്കൊക്കെ എടുക്കുമ്പോൾ അവർ ബഹുദൂരം മുമ്പിലാണ്. എന്നാലും LDF എന്ന് പറഞ്ഞാലൊരു വലിയ പ്രസ്ഥാനമല്ലയോ, അതങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റുമോ എൻ്റെ കൺവീനർ സ്ഥാനം? പേരാമ്പ്രയിലെ ഒരു പാവാടക്കാരി പെൺകുട്ടിയോട് തോറ്റുപോയ ആളാണ് ഈ പറയുന്നത്. ഈ പരാജയത്തിൻ്റെ ഒന്നും പേരിൽ LDFിലോ അല്ലെങ്കിൽ CPMലോ നേതൃമാറ്റം ഉണ്ടാവുകയില്ലെന്ന്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു നാണക്കേടാണ് ഈ പാർട്ടിയും മുന്നണിയും. അവർക്ക് നന്നായിട്ടറിയാം TP രാമകൃഷ്ണൻ ഈ കൺവീനർ സ്ഥാനമില്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വില എന്താണെന്നുള്ളത്. കാരണം അത് ഒരു MLA പോലും അല്ല. അതുപോലെയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ. അദ്ദേഹം പാർട്ടിയുടെ വലിയ സൈദ്ധാന്തികനാണെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ശ്രമിച്ചത് ഭാര്യയെ പിൻവാതിലൂടെ MLA ആക്കാനാണ്. തോറ്റും പോയി, അതിൻ്റെ നാണക്കേട് വേറെ. പാർട്ടിയും തോറ്റുപോയി, അതിൻ്റെ വലിയ നാണക്കേട് വേറെ. ഒരു MLAയും അല്ല. പിന്നെ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ കഴിയുക? ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളില്ലാതെ, പദവികൾ ഇല്ലാതെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അള്ളിപ്പിടിച്ചിരിക്കണം, പറ്റിപ്പിടിച്ചിരിക്കണം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ. ഇതാരാ തീരുമാനിക്കുന്നത്? അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ വലിയ പരാജയത്തിന് സൂത്രധാരത്വം വഹിച്ച, അല്ലെങ്കിൽ അതിൻ്റെ കാരണഭൂതന്മാരായ നേതാക്കന്മാർ തന്നെ ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കുക, നമുക്കൊക്കെ തന്നെ ഇവിടെ ഇരുന്നാൽ മതി, വേറെ ഒറ്റ ഇങ്ങോട്ട് കയറ്റരുത്, നേതൃപദവികളിലേക്ക് വേറൊരുത്തം വേണ്ടെന്ന്, ഞങ്ങളുടെ തന്നെ ഇനി അങ്ങ് ഭരിച്ചോളാം, ഭരിച്ച് ഞങ്ങളുടെ മുന്നണിയെ പഴയതുപോലെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവന്നോളാം, ഇവർ തന്നെ അങ്ങ് തീരുമാനിക്കുക. എന്നിട്ട് ആരാ ജനങ്ങളോട് ഇത് പറയുന്നത്, പ്രഖ്യാപിക്കുന്നത്? മാധ്യമങ്ങളോട്. TP രാമകൃഷ്ണൻ, LDFിൻ്റെ കൺവീനർ, അദ്ദേഹം തന്നെ പറയാ, ഞാനടക്കം ആരും മാറാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ, ഞങ്ങൾ തുടരും, ഞങ്ങൾ ഈ മുന്നണിയെയും പാർട്ടിയെയും ഒരു വഴിക്കെത്തിക്കും, എന്നിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. ആലോചിച്ച് നോക്കി. തോറ്റു. ഒരു പാർട്ടിയോ മുന്നണിയൊക്കെ തോൽക്കുന്നത് വളരെ സ്വാഭാവികമാണ്. ആ തോൽവി കുറച്ച് തീവ്രമാകുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും ഞങ്ങൾ ഒരു മാറ്റത്തിനും തയ്യാറല്ല എന്ന് പറഞ്ഞാലോ? ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ടാണ് ഈ തോൽവി സംഭവിച്ചതെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ CPMൻ്റെ ബാലസംഘത്തിൽ പ്രവർത്തിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം എന്താണ് കാരണമെന്ന്. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് ഇപ്പോഴും CPM, പ്രത്യേകിച്ച് പിണറായി വിജയൻ പാർട്ടിയിലും അതുപോലെ തന്നെ മുന്നണിയിലും പറയുന്നത്. ഭരണവിരുദ്ധ വികാരമില്ല, ഭരണത്തോട് വലിയ തൃപ്തിയായിരുന്നു ഇവിടുത്തെ ജനങ്ങൾക്ക്. മറ്റെന്തോ കാരണങ്ങളാ. ഇനി ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം സംഭവിച്ചോ? CPI അത് പറയുന്നുണ്ട്. ഒരു പ്രധാന കാരണം അതാണ്, ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ട് നമുക്ക് കിട്ടിയില്ല. അത് ഒരു ഏകീകൃത രീതിയിൽ UDFിലേക്ക് പോയി, അതൊരു പരാജയകാര്യമാണ്. പക്ഷേ രാമകൃഷ്ണൻ സഖാവ് TP രാമകൃഷ്ണൻ പറയുന്നത് അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ LDFിനില്ല. CPIക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് നടന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല. പിന്നെ എന്തുകൊണ്ടാണ് തോറ്റത്? എന്താ യഥാർത്ഥ കാരണം? വളച്ചുകെട്ടില്ലാതെ ഒന്ന് പറയാൻ പറ്റുമോ? കേരളത്തിലെ ഞങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ തോറ്റുപോയത്? അതിന് ആഴത്തിൽ പഠിക്കണം, മനസ്സിലായില്ലേ? പോർവെല്ലടിച്ച് താഴോട്ട് പോകണം ഈ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ. അത് ഞങ്ങൾ പറഞ്ഞു തരാം, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ജൂണിൽ പറയാമെന്ന്. ജൂണിൽ ഇടതുപക്ഷ മുന്നണിയുടെ യോഗം ചേരുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ നിങ്ങളോട് പറയാം ഞങ്ങൾ എന്തുകൊണ്ടാണ് തോറ്റുപോയതെന്ന്. അതുവരെ ദയവായി പ്ലീസ് വെയിറ്റ്. അതാണ് അവർ പറയുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്നലെ ആരുടെയും നട്ടല് വർക്ക് ചെയ്തില്ല, പ്രവർത്തിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശൈലജ ടീച്ചറും KN ബാലഗോപാലും P രാജീവും അതുപോലെ M സ്വരാജും എന്തൊക്കെയോ പറഞ്ഞു, പൊട്ടും പൊടിയുമൊക്കെ പറഞ്ഞു പോയി. ശൈലജ ടീച്ചർക്ക് പറയാതിരിക്കാൻ പറ്റുമോ? എന്തോ ഒരു അപമാനമാണ് ആ സ്ത്രീ സഹിച്ചത്. പിണറായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആവേണ്ട ആളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവരെ മുൻനിർത്തിയായിരുന്നു അവർ മത്സര രംഗത്ത് ഇറങ്ങേണ്ടിയിരുന്നത്, പ്രചാരണം നടത്തേണ്ടിയിരുന്നത്. അങ്ങനെയുള്ള ഒരാളിനെ തോൽക്കുമെന്ന് ഉറപ്പുള്ള പേരാവൂരിലോട്ട് പറഞ്ഞു വിട്ടു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കുറേ കാലമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റ്, ഇപ്പോൾ UDF ജയിച്ചാൽ മന്ത്രിയാകുമെന്ന് ഉറപ്പുള്ള ഒരാൾ, അദ്ദേഹത്തിന് വലിയ പിന്തുണയും ഭൂരിപക്ഷമുള്ളൊരു സ്ഥലത്തേക്ക് പാർട്ടി പറഞ്ഞു വിട്ടു, പേരാവൂരിലേക്ക് വിട്ടു ശൈലജ ടീച്ചറിനെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ അപമാനം അവർ നേരിട്ടതാ. വടകരയിലേക്ക് വിട്ടു, അപ്പോഴവർ MLA. അവർക്ക് ലോക്സഭയിൽ പോകാൻ ഒരു താല്പര്യവുമില്ല. അപമാനിക്കണമല്ലോ, നിരന്തരം തോൽക്കുന്ന ആളാണെന്ന് വരുത്തി തീർക്കണമല്ലോ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരുടെ പേരാരും പറയരുതല്ലോ. മരുമകൻ റിയാസിന് ശൈലജ ടീച്ചർ ഒരു തടസ്സമാവാൻ പാടില്ലല്ലോ. അതിനുവേണ്ടി നിരന്തരമായിട്ട് ആ വനിതാ നേതാവിനെ ആക്ഷേപിക്കുകയായിരുന്നു CPM നേതൃത്വം.
പിണറായി വിജയൻ എന്താ ആർക്കാ സംശയം? അവർ പറയാതിരിക്കുമോ? സെക്രട്ടേറിയറ്റിൽ വളരെ മൃദുവായ വാക്കുകളിലെങ്കിലും അവരവരുടെ വികാരം പ്രകടിപ്പിക്കാതിരിക്കുമോ? പക്ഷേ ഈ വമ്പൻ പരാജയത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ചർച്ച, അതനുസരിച്ചുള്ള ചർച്ച. എന്തുകൊണ്ട് തോറ്റു? നമ്മുടെ നേതൃത്വത്തിന് എന്താണ് പറ്റിയത്, പിഴച്ചത്? അതുണ്ടായില്ല. സത്യം പറഞ്ഞാൽ ഇന്നലത്തെ LDF യോഗം, CPM യോഗം, ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പിണറായി വിജയൻ എന്താണ് പറയേണ്ടിയിരുന്നത്? അല്ലെങ്കിൽ കേരളം എന്താ പ്രതീക്ഷിച്ചത്? എൻ്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു, ഞാനിനി ഈ മുന്നണിയെ നയിക്കാനില്ല, പ്രതിപക്ഷ നേതൃസ്ഥാനം വേറെ ആരെയെങ്കിലും പാർട്ടി ഏൽപ്പിക്കണം, അതല്ലേ പറയേണ്ടിയിരുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരാൻ തയ്യാറാണ്, കന്റോൺമെൻറ്റിൽ താമസിക്കണ്ടേ? അതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ M. ഗോവിന്ദൻ മാഷ്, അദ്ദേഹം ഈ ഭാര്യയെ കൊണ്ടുവരാൻ ശ്രമിച്ചു തന്നെ നാണം കെട്ടി നിൽക്കുക. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പാർട്ടി 26ലേക്ക് ചുരുങ്ങിയത്. പറയണ്ടേ, ഞാൻ രാജിവെക്കുകയാണ്, നമുക്ക് ധാരാളം നേതാക്കളുണ്ട്, രണ്ടാം നിരക്കാർ, ചെറുപ്പക്കാർ, അവരിൽ ആരെങ്കിലും കയറി വരട്ടെ, കടന്നു വരട്ടെ, അവർ ഈ പാർട്ടിയെ നയിക്കട്ടെ. കൺവീനർ പറയണമായിരുന്നു. CPM നോമിനിയായിട്ടാണ് ഞാൻ ഇടതുപക്ഷ കൺവീനറായത്, ഞാൻ ഒഴിയാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം LDF യോഗം ചേരുമ്പോഴും അദ്ദേഹം പറയണമായിരുന്നു, ഞാൻ LDF കൺവീനർ സ്ഥാനം ഒഴിയുകയാണ്, CPM പുതിയ ആളിനെ നോമിനേറ്റ് ചെയ്യും. പിണറായി വിജയനും പറയണമായിരുന്നു, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് മറ്റൊരാൾ വരും. ചെയ്യൂല. AKG ഭവൻ എന്ന രമ്യഹർമ്മ്യം, അവിടെ ഇരുന്നു കൊണ്ട് പാർട്ടിയെ നയിക്കുന്ന സുഖം, കന്റോൺമെൻറ്റ് ഹൗസ്, പുറത്തിറങ്ങുമ്പോൾ ഇടതുപക്ഷ മുന്നണി കൺവീനർ എന്ന പരിവേഷം, CPM സംസ്ഥാന സെക്രട്ടറി എന്ന ആ ഒരു വിശേഷണം, ഇതൊക്കെ ചെറിയ കാര്യമാണോ? അതൊന്നും ഉണ്ടാവില്ല. ഒരാൾ പോലും സ്വമേധയാ ഈ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മാറില്ല. അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും. നമ്മൾ തിരിച്ചു വരും, മുന്നണിയെയും പാർട്ടിയെയും തിരിച്ചു കൊണ്ടുവരും. അതാണ് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞത്. സഖാവേ, നല്ല കാര്യമാണ്, തോൽവി ഒരു അനുഭവമാണ്, വിജയവും മറ്റൊരനുഭവമാണ്. നമുക്ക് വീഴ്ചകളുണ്ടാവും, അതും വളരെ സ്വാഭാവികമാണ്, മാനുഷികമാണ്. അതിൽ നിന്ന് പാഠം പഠിച്ച് വീണ്ടും മുന്നോട്ട് വരുമെന്ന് പറയുന്നതാണ് യഥാർത്ഥ നേതൃപാഠവും രാഷ്ട്രീയം. പക്ഷേ നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാൻ എത്രയേറെ അവസരങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ തന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒന്നാം തരം ഒരു സൂചനയായിരുന്നില്ലേ? ഒറ്റ സീറ്റിലല്ലേ നിങ്ങൾ ജയിച്ചത്? എന്തൊരു വമ്പൻ പരാജയമാണ് നിങ്ങൾ ഏറ്റുവാങ്ങിയത്. അതുപോലെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വമ്പൻ പരാജയം നിങ്ങൾക്കുണ്ടായില്ലേ? ഏതാണ്ട് 85 സീറ്റുകളിൽ, അസംബ്ലി സീറ്റുകളിൽ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കിട്ടിയ വോട്ടിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 85 സീറ്റിൽ UDF മുന്നിൽ വന്നതല്ലേ? നിങ്ങൾ എന്ത് പാഠമാണ് പഠിച്ചത്? നിങ്ങളുടെ അതിനുശേഷമല്ലേ കോടാനുകോടി രൂപ ചെലവഴിച്ച് സർക്കാർ പണം ദുരുപയോഗപ്പെടുത്തി ശ്രീ പിണറായി വിജയൻ അങ്ങയുടെയും അങ്ങയുടെ സർക്കാരിൻ്റെയും പ്രശസ്തി വർദ്ധിപ്പിക്കാൻ, പ്രതിച്ഛായ ഉയർത്താൻ വേണ്ടി ചെലവഴിച്ചത്? ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ അനുഭവങ്ങൾക്ക് ശേഷമല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്തത്? അന്നെന്തേ പാഠം പഠിച്ചില്ല? ഇനി എന്ത് പാഠമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്താണ് ഇനി മനസ്സിലാക്കാൻ പോകുന്നത്? ജനങ്ങളുടെ വിശ്വാസം തിരികെ പിടിച്ചുകൊണ്ട് വീണ്ടും മുമ്പിലേക്ക് തിരിച്ചു വരുന്ന അദ്ദേഹം പറയുന്നുണ്ട്. ഒരു നേതാവ് പറയേണ്ട വാചകങ്ങളാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് നേരത്തെ ആകുമായിരുന്നില്ലേ? നിങ്ങൾ തകരാൻ പോവുകയാണെന്ന്, പൊതുജനം നിങ്ങളെ ഉപേക്ഷിച്ചെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും മനസ്സിലായിരുന്നതല്ലേ? എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും നടപടികൾ ചെയ്തോ? പിന്നെ കുറ്റപ്പെടുത്തലുകൾ, അത് ഞാൻ എൻ്റെ തോളിൽ സ്വീകരിച്ചു കൊള്ളാവുന്നു, ഞാനതങ്ങ് ഏറ്റെടുത്തു കൊള്ളാവുന്നു. ശ്രീ പിണറായി വിജയൻ, അതുകൊണ്ട് എന്താണ് പ്രയോജനം ഈ പാർട്ടിക്കോ മുന്നണിക്കോ? നിങ്ങൾ നേരത്തെ അധികാരത്തിലിരുന്നപ്പോൾ ആളുകളെ വിമർശിച്ചപ്പോൾ, ചില കുറ്റപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ അവരോടൊക്കെ എടുത്ത സമീപനം എന്തായിരുന്നു? ഇപ്പോൾ ഈ കുറ്റപ്പെടുത്തലുകളെല്ലാം ചുമലിലേറ്റിയിട്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത്? അതിലെന്താ വാക്കുകൊണ്ടുള്ള ചില അഭ്യാസങ്ങൾ, അധര വ്യായാമം എന്നതിനപ്പുറത്ത് എന്തു നേട്ടമാണ് പാർട്ടിക്കോ അല്ലെങ്കിൽ മുന്നണിക്കോ ഉണ്ടാകാൻ പോകുന്നത്? ഇതൊക്കെ വെറും വർത്തമാനം പറിച്ചിട്ട് വാചാടൊപ്പം മാത്രമല്ലേ? നിങ്ങൾ നന്നാവേണ്ടപ്പം നന്നായില്ല, നിങ്ങളുടെ ഗവൺമെൻറ്, നിങ്ങളുടെ പാർട്ടി, നിങ്ങൾ. എന്നിട്ടിപ്പം അതിൻ്റെ എല്ലാം പാപഭാരം ഞാനങ്ങ് ഏറ്റെടുത്തുകൊള്ളാവുന്നു. അതുകൊണ്ടെന്താ കാര്യം? ഇത് അനുഭവിക്കുന്ന അണികളാണ്, പ്രവർത്തകരാണ്, സാധാരണ പ്രവർത്തകർ. നിങ്ങളൊക്കെ വളരെ ഉയരങ്ങളിലാണ്.
നിങ്ങൾക്ക് ആരെയും പേടിക്കണ്ട. നിങ്ങളോട് കടക്കൂ പുറത്ത് എന്ന് ജനങ്ങൾ പറഞ്ഞു. നിങ്ങളെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ പാർട്ടിയുടെയും മുന്നണിയുടെയും അധികാര സ്ഥാനങ്ങളിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ആഗ്രഹിക്കുക. അതിനുവേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. BJPക്ക് 3 സീറ്റ് കിട്ടിയതിലുള്ള അങ്ങയുടെ ആശങ്ക നമ്മൾ കാണുകയുണ്ടായി. ഇത് 3ഉം LDFിൻ്റെ മണ്ഡലങ്ങളായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്, ഒട്ടും മറക്കരുത്. നിങ്ങളുടെ പാർട്ടിയും ജനങ്ങളുമൊക്കെ ഏൽപ്പിച്ച ജോലികൾ നിങ്ങൾ തീർത്തു കഴിഞ്ഞു. അതിൽ ജനങ്ങൾ തൃപ്തരല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ UDFനെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങൾ സാഹചര്യം മനസ്സിലാക്കി ഒഴിഞ്ഞു മാറി പുതിയ നേതൃത്വത്തിന് അവസരം കൊടുക്കണം. അല്ലെങ്കിൽ കാലം നിങ്ങളെ അവിടെ നിന്ന് മാറ്റുക തന്നെ ചെയ്യും.